ഇന്നത്തെ കാലത്ത് 1 രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമോ? പക്ഷേ ആ 1 രൂപ കൊണ്ട് BJPക്ക് പലതും നേടാൻ കഴിയും. 1 രൂപ പാട്ടത്തിന് 1020 ഏക്കർ ഭൂമി അദാനിക്ക് 30 വർഷത്തേക്ക് വിട്ടു നൽകിയ BJP ആണ് പുള്ളിൽ വന്നിരുന്ന് കൊച്ചുവേലായുധൻ ചേട്ടന് ഒരു വീട് വയ്ക്കാൻ സഹായം ചോദിച്ചപ്പോൾ ഈ തന്തയില്ലാ മറുപടി പറയുന്നത്. ഈ തട്ടിപ്പ് ഇവിടെ നിന്ന് കൊണ്ടൊന്നും തീരുന്നില്ല. തൊഴുത്തു ജീവിതം മടുത്താണ് നമ്മുടെ പുള്ളിലെ കൊച്ചുവേലായുധൻ ചേട്ടൻ അപേക്ഷയുമായി തമ്പ്രാന്റെ മുന്നിലെത്തുന്നത്. അപ്പൊ തമ്പ്രാൻ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇത്, അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. അദ്ദേഹത്തിന് ഒരു വീട് പുനർനിർമ്മിക്കണമെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപ ആകും. നമ്മൾ ഒരു സാധാരണക്കാരന് ഒരു കുഞ്ഞു വീട് 5-6 ലക്ഷം എന്ന് പറഞ്ഞാൽ BJPക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഈ കൊച്ചുവേലായുധൻ ചേട്ടനെയൊക്കെ സഹായിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാ? നിങ്ങൾ അറിഞ്ഞോ, ഈ കൊച്ചുവേലായുധൻ ചേട്ടനെ പരിഹസിച്ചു വിട്ട അതേ BJP ബീഹാറിൽ ചെയ്തിരിക്കുന്നത്? മോദിയുടെ മാമന്റെ മോനാണല്ലോ അദാനി. ആ അദാനിക്ക് വെറും 1020 ഏക്കർ ഭൂമി 1 വർഷം 1 രൂപ പാട്ടത്തിന് 30 വർഷത്തേക്ക് അദാനി പവർ ഹൗസിന് നൽകി. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു വർഷം 1 രൂപ, അപ്പോൾ 30 വർഷത്തേക്ക് വെറും 30 രൂപ പാട്ടത്തിനാണ് ബീഹാർ സർക്കാർ അദാനി പവർ ഹൗസിന് നൽകിയിരിക്കുന്നത്. അവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് വസിക്കുന്നത്. ഈ പവർ ഹൗസ് വരുന്ന സ്ഥലം ഒരു മാമ്പഴത്തോട്ടമാണ്. ആ മാമ്പഴത്തോട്ടത്തിൽ ഏകദേശം 10 ലക്ഷം വൃക്ഷങ്ങൾ ഉണ്ടെന്നാണ് സ്ഥലവാസികൾ പറയുന്നത്. പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കൊട്ടിഘോഷിച്ചല്ലോ, നിങ്ങളുടെ അമ്മയ്ക്കായി ഒരു മരം നടുവെന്ന്. ആ പറഞ്ഞ മോദിയാണ് ഈ 10 ലക്ഷം മരം മുറിക്കാൻ കൂട്ടുനിൽക്കുന്നത്. അവിടുത്തെ വിരോധാഭാസം എന്ന് നോക്കിയേ. ഇവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് തന്നെയാണ്. ഇതൊന്നും കൊണ്ട് തീർന്നില്ല. ഈ ഇടയ്ക്ക് ബീഹാർ ഇലക്ഷന്റെ പ്രചരണാർത്ഥം നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിരുന്നു. ജനങ്ങൾ പ്രതിരോധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രദേശവാസികളെ വീട്ടുതടങ്കലിലാണ് ഭരണകൂടം വച്ചിരുന്നത്. ഇത് ഉത്തരേന്ത്യയിലല്ലാതെ എവിടെയാ നടക്കുക? അപ്പോൾ അവിടെ പവർ ഹൗസ് വരികയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ആ വൈദ്യുതി യഥേഷ്ടം അദാനി നിശ്ചയിക്കുന്ന തുകയ്ക്ക് ആ ഗ്രാമവാസികൾക്ക് വിൽക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പോക്ക്. ഈ തട്ടിപ്പ് ഇവിടെ നിന്ന് കൊണ്ടൊന്നും തീരുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് അസാമിലെ ഗുവാഹത്തി ഹൈക്കോടതിയിൽ ഒരു വാദം നടന്നു. വാദം കേട്ടതും ഹൈക്കോടതി ജഡ്ജി തന്നെ അന്തം വിട്ടുപോയി. സമാനമായ കാര്യമാണ് അവിടെ സംഭവിച്ചത്. അവിടെ 1800 ഏക്കർ ഒരു പ്രൈവറ്റ് കമ്പനിക്ക്, അതും മറ്റാരുടേതല്ല, അദാനിയുടെ തന്നെയാണ്, ഒരു സിമന്റ് കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തു. അപ്പോൾ അവിടുത്തെ ജഡ്ജി ചോദിക്കുകയാണ്, 1800 ഏക്കർ എന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിക്റ്റ് തന്നെ നിങ്ങൾ കൊടുത്തോ എന്ന്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ സംഭവിക്കും. കാരണം ഉത്തരേന്ത്യയിലെ സാധാരണ ഗ്രാമവാസികൾക്ക് വിദ്യാഭ്യാസം അവിടെ നൽകുന്നതേയില്ല. അതൊന്നും അവർക്ക് വലിയ കാര്യമില്ല. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ നിസാംപൂരിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പൊ എത്ര വർഷമായെന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടൂ. അവിടെ 10ാം തരം പാസ്സായത് ഒരേ ഒരു കുട്ടിയാണ്, അതും ഇക്കഴിഞ്ഞ വർഷം. അത് വലിയ വാർത്തയായിരുന്നു. അതാണ് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് പുറത്തു വന്നത്. ഇതുപോലെ ഉൾഗ്രാമങ്ങളിൽ എത്ര നെറുകേടുകൾ BJP സർക്കാർ നടത്തുന്നുണ്ടാകും. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ചെറുത്തു നിൽക്കാനുള്ള കഴിവും വളരെ കുറവാണ്. അത്തരം ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.